ഡ്യൂട്ടിയിലൊക്കെ അഭിനയിക്കാനായിട്ട് പ്രിയാമണി തീരുമാനം എടുത്തത് എന്തുകൊണ്ടാണ്? സ്ക്രിപ്റ്റ് ആണോ? ചാക്കോച്ചൻ എന്തുകൊണ്ടാണ്? പ്രിയാമണി അടുത്ത ജന്മത്തിൽ ഒരു മൃഗമായാൽ ഏത് മൃഗമാകും? കുറഞ്ഞൻ. 2 ജന്മത്തിലും അതാകാൻ പറ്റുമോ? അവന്റെ ഏറ്റവും മനോഹരമായ ബർത്ത്ഡേസിലൊന്നായിരിക്കും മമ്മൂക്കയുടെ കൂടെ ആഘോഷിക്കാൻ പറ്റിയെന്നുള്ളത്. തന്റെ കടുത്ത ആരാധകൻ കൂടിയായ പിറന്നാളുകാരനോട് മമ്മൂട്ടിക്ക് പറയാനുണ്ടായിരുന്നത് ഇത്ര മാത്രം. ഹാപ്പി ബർത്ത്ഡേ. ധ്യാന്റെ പടം എന്നെ തൊട്ട് നമുക്ക് അതിന്റെ എല്ലാത്തിന്റെയും സക്സസിന്റെ കേക്ക് നമുക്ക് തന്നെ കിട്ടുമെന്ന് പറഞ്ഞത് എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ ഈ ഡ്രസ് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ പല കടകളിലും തിരക്കിയാലും ഈ ടൈപ്പ് ഡ്രസ് ഒരു പക്ഷെ ഒരിടത്തും കിട്ടാൻ ഇത് തുണിക്കട കിട്ടത്തില്ല. പന്തൽ ഡെക്കറേഷൻ ടീമിന്റെ അടുത്ത് പോകണം. നിങ്ങൾ വർഷങ്ങൾക്ക് ശേഷമാണോ ധ്യാനെ കാണുന്നത്? ഏത് ട്രെയിലർ കണ്ടാലും അതിൽ പലതരത്തിലും ഒക്കെ ആയിട്ട് ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ ഇവനൊക്കെ പടം ഉള്ളത് അവനാ. ഞാൻ അത് തന്നെ പറയാനും എന്താ ഞങ്ങൾ ഒക്ടോബർ തൊട്ട് വെറുതെ ഇരിക്കുക. അത് ഞാനോ? ഞാൻ റിച്ച് എപ്പോഴും എന്നാ അങ്ങനെ കൂട്ടല്ലേ? ഇതല്ലാതെ വേറെ എന്തെങ്കിലും ജോലി ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചിലപ്പോ എനിക്ക് പറയണമെന്നൊക്കെ തോന്നുന്നു. ഇത് കഴിഞ്ഞിട്ട് വേണം തൊഴിലുറപ്പിന് പോകാൻ. നമ്മുടെ കൂടെ എത്തുന്നത് കുറെ ഓഫീസേഴ്സും കുറെ കള്ളന്മാരുമാണ്. ഇതിൽ ആരാണ് ഓഫീസർ ആരാണ് കള്ളൻ എന്നൊക്കെ ഡൗട്ടിൽ ഞാനിങ്ങനെ നടുക്കിരിക്കുമ്പോൾ കള്ളനാരാണെന്ന് യാതൊരു ഡൗട്ടും ഇല്ല. ചേട്ടന്റെ പടത്തിലൊക്കെ വിളിച്ചെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ധ്യാന സത്യത്തിൽ ഭയങ്കര എക്സൈറ്റ്മെന്റ് അല്ലായിരുന്നു ആ കാലഘട്ടത്തിൽ? സത്യം പറയണം ചേട്ടൻ എടുത്തുകൊണ്ട് സത്യം പറയണം. ചേച്ചി നിന്നിലെ നടനെ നല്ല ക്രൂര ലുക്ക് വേണം, അതുകൊണ്ടാണ് വിശാഖനെ ചൂസ് ചെയ്തതെന്ന്. അങ്ങനെ ഇപ്പൊ ചോദിച്ചാ അല്ല, വന്ന് മുടിയൊക്കെ വെട്ടി ആകെ മൊത്തം ലുക്ക് മാറ്റിയപ്പോ നല്ലൊരു ക്രൂർ ലുക്ക് ഉണ്ടായിരുന്നു. ക്രൂരൻ. ആകെ ചേട്ടൻ പറഞ്ഞോളൂ കുറച്ച് വണ്ണം കുറച്ച് നന്നായിരിക്കും എന്ന് പറഞ്ഞോളൂ എന്ന് ഞാൻ അറിഞ്ഞു. വല്ലപ്പോഴും ഓടുന്ന ഒരു പടത്തിൽ വണ്ണം കുറച്ചിട്ട്